ഇതാണ് വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. അല്ല നീ മീൻ എടുക്കുന്നില്ലേ? ഓ ഞാനിപ്പോ വെയിറ്റ് കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യുന്നല്ലേ, ആനയുടെ തടി പറയുന്നില്ലല്ലോ. അമ്മേ ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ? ആഹാ, അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണ് അതൊക്കെ ഉണ്ടാക്കി? ഏയ് ഞാനൊന്നുമല്ല, ഈ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ എവിടെ നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പഴും ഇങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങടുത്ത്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഒന്നും മിണ്ടായിരടാ. അയ്യോ പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാനേട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർദുബായിന്ന് വാങ്ങിച്ചാ. നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടോണ്ടോ? നീ എടുത്തോ. പേടിക്കണ്ട, ഒറ്റയ്ക്കൊന്നും മിണ്ടാൻ വേറെ മാർഗമില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ. ആരെങ്കിലും കാണും? ഏയ് ഇവിടെ ആരും വരാനാ. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവനെങ്ങനെ എന്റെ ഉള്ളിൽ കയറി? എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കയറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ. നിന്നെ പ്രദേശത്ത് കണ്ടുവരുന്നത് പടാ. അയ്യോ അല്ല ഒന്ന് നിന്ന്. കാര്യം പറയാം. തന്റെ ഒരു കത്ത് ഞാൻ സോറി വഴി തെറ്റിയതാ. തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കത്തെഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ഡയറി എഴുതുവോ? ഡയറിയോ? ഞാൻ ഡയറി ഒന്നും എഴുതാറില്ല. പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നോ? ആ എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അല്ല സ്വപ്നമല്ലേ സ്വപ്നം. ഇതിൽ എന്തോ ഗുട്ടൻസ് ഉണ്ട്. ഏയ് ഒരു കുട്ടൻസും ഇല്ല. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഇനി ദുബായിക്ക് തിരിച്ചു പോവോ? പിന്നെ പോണ്ടേ? അപ്പൊ ഞാനോ? നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവൂ. എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും.